ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 സെക്കൻഡ് സമയം മാത്രം മതി. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സോ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞാണ് ഈ ഒരു ന്യൂസ്. നമ്മുടെ മെമ്മോറിയൽ ട്രോഫി ഫുൾ പേര് പറയുന്നില്ല, കാരണം വയൽ തിരിയത്തില്ല. എന്തായാലും ആ ഒരു ടൂർണമെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കളിയിൽ 5-0 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ഫുട്ബോളേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവനിര 5-0 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റേഡിയമാണ്. അതായത് ഐ ലീഗിൽ പോലും ഇത്ര ക്വാളിറ്റിയുള്ള സ്റ്റേഡിയം ഇല്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സ്റ്റേഡിയം അവർ കൊണ്ടുവന്നല്ലോ. അതെന്തുകൊണ്ട് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എബിൻ ദാസ്, ശ്രീകുട്ടൻ, യോഹൻബ, അതുപോലെ തന്നെ നിഷാം, ഇവരൊക്കെ വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. എടുത്ത് പറയേണ്ടത് എബിൻ ദാസിൻ്റെ പേര് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് സ്കൂളിലേക്ക് വിളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിഷാമിൻ്റെ ഒരു ഫിനിഷ് ഉണ്ടായിരുന്നു, ഒരു വേൾഡ് ക്ലാസ് ഫിനിഷായിരുന്നു. എന്തായാലും നല്ല ഫിനിഷുള്ളൊരു പ്ലെയറാണ് നിഷാം. എന്തായാലും ആദ്യത്തെ ഒരു ഫിനിഷറിൻ്റെ റോളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ യോഹൻബ, ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എബിൻ ദാസ് അദ്ദേഹം ഫ്യൂച്ചറാണ്. പിന്നെ ശ്രീകുട്ടൻ ഹാട്രിക് ഗോൾ നേടി. എന്തായാലും അദ്ദേഹം നല്ലൊരു സെൻട്രൽ ഫോർവേഡ് ഓപ്ഷനിലേക്ക് നമുക്ക് വെക്കാൻ പറ്റിയൊരു താരമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി ഭദ്രമാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ചെന്നൈയിൻ എഫ് സിയുടെ 2 താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജിതേശ്വർ സിംഗിൻ്റെ കോൺട്രാക്റ്റ് അവർ ട്രിഗർ ചെയ്തിരിക്കുന്നത് നമ്മൾ അഡ്രിയലിൻ്റെ കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്തതുപോലെ അവർ ജിതേശ്വർ സിംഗിൻ്റെ കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്തു. അതായത് ഇന്ത്യയിലുള്ളത് വെച്ച് ഏറ്റവും മികച്ച മിഡ്ഫീൽഡറാണ് അദ്ദേഹം. അതുപോലെ റഹീം അലിയുടെ കോൺട്രാക്റ്റ് എൻഡ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു കോൺട്രാക്റ്റ് ചെന്നൈയിൻ എഫ് സി ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം പുതുക്കണോ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കും. വലിയ ഓഫറൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം CFC തന്നെ തുടരാനുള്ള സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, അതായത് ജിതേശ്വർ സിംഗിനെ KBFCയിലേക്ക് കൊണ്ടുവന്നാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്ന്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് ഇന്ത്യയിലുള്ളത് വെച്ച്. പിന്നെ റഹീം അലി ഉണ്ട്, അദ്ദേഹത്തെ വേണ്ട, കാരണം അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കുറച്ച് ഫിസിക്കുണ്ട്, കുറച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കും. പിന്നെ ട്രെയിനിങ്ങിലൊക്കെ ഭയങ്കര കളിയാണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ഈ ഒരു കോച്ചുമാരൊക്കെ എടുത്ത് ടീമിലിടുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് മാച്ചസിലൊന്നും അത്ര മികച്ച രീതിയിൽ കളിക്കാത്തൊരു പ്ലെയറാണ്. പിന്നെ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസൺ, അതായത് ഈ കഴിഞ്ഞ സീസണിൽ കുറച്ച് കാലമാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് റഹീം അലിയോട് അത്ര താല്പര്യമില്ല. ജിതേശ്വർ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.